example. I know 100% in the pitch and outside the pitch. വെസ്റ്റേൺ യൂറോപ്പിലെ മെദീരി എന്നൊരു ദ്വീപിൽ നിന്നും ആരംഭിക്കുന്ന കഥയിൽ ആ തെരുവുകളിൽ പന്ത് തട്ടി തുടങ്ങിയ ഒരു 10 വയസ്സുകാരൻ ആ പന്ത് കൊണ്ട് ഈ ലോകത്തെ വെട്ടിപ്പിടിക്കാൻ സാധിക്കുമോ എന്ന ബോധമുണരുന്നു. ക്രൈബോയ് അല്ലെങ്കിൽ കരച്ചൽ കുട്ടി എന്ന ആദ്യ പരിഹാസത്തെ അതിജീവിച്ചു തുടങ്ങിയ ആ യാത്ര പിന്നീട് ചെന്ന് അവസാനിക്കുന്നത് കാൽപന്ത് കൊണ്ട് ലോകം കീഴടക്കിയ രാജാവിലേക്കാണ്. അന്നു മുതൽ ഇന്ന് വരെയുള്ള നാളുകളിൽ അയാളിലെ മെൻറ്റാലിറ്റിയെ കീഴ്പ്പെടുത്തുവാൻ ആരും പിറവി കൊണ്ടില്ല. കാരണം മരണം മണക്കുന്ന ഗർഭപാത്രത്തിൽ തുടങ്ങി സഹതാരങ്ങളുടെയും ഹേറ്റേഴ്സിൻ്റെയും എതിരാളികളെയും എല്ലാം ഒറ്റയ്ക്ക് നേരിട്ടുകൊണ്ട് അയാൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പേര് ഒന്നേ കാണൂ. അങ്ങനെ ഒറ്റപ്പെടുത്താനും പരിഹസിക്കാനും വെല്ലുവിളിക്കാനും ശ്രമിച്ചവർക്കെല്ലാമുള്ള മറുപടി ഇക്കാലം അത്രയും തൻ്റെ വലങ്കാല് കൊണ്ട് എഴുതിയത് എത്ര കയ്പുള്ള വരികളായിട്ടായിരുന്നു. പക്ഷേ ഒടുവിലൊരിക്കൽ അയാൾക്ക് വീണു പോകേണ്ടി വരുന്നു, അതും തൻ്റെ സ്വന്തം രാജ്യത്തിൻ്റെ മുന്നിൽ. അയാൾ നേടിക്കൊടുത്ത ആ മണ്ണിൽ നിന്ന് പുറകിൽ നിന്നും അയാളെ കുത്തി വീഴ്ത്തിയതുകൊണ്ട്. പക്ഷേ എന്നിട്ടും ആ മുറിവുകൾ തുന്നിച്ചേർത്തുകൊണ്ട് അയാൾ തിരികെ വന്നു. അവസാനിച്ചെന്ന് പറഞ്ഞ നാവുകളെ നിശബ്ദമാക്കി. വയസ്സിൽ ചാപ്പ കുത്തിയവർക്ക് വേഗത കൊണ്ടും എയറിൽ മലക്കം മറിഞ്ഞ് മുയർന്നു ചാടിയും ഇടങ്കാലുകൊണ്ട് കോട്ടകൾ പുലർത്തിയും മറുപടി എഴുതി. വേൾഡ് കപ്പ് നേടിയവർ പോലും എവിടെയാണെന്ന് പലരും തിരയുമ്പോൾ കേട്ടുകേൾവി പോലുമില്ലാത്ത ലീഗിനെ ലോകത്തിന് മുന്നിലേക്ക് ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവരുന്നു. ഈ പ്രായത്തിലും ഈ കാലഘട്ടത്തിലെ പ്രൈം താരങ്ങൾക്ക് ഭീഷണിയായി മാറണമെങ്കിൽ ലോകത്തിലെ ഫുട്ബോൾ ആരാധകരിൽ ഭൂരിഭാഗവും ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ അയാളെ തിരയുന്നുണ്ടെങ്കിൽ, മീഡിയ കണ്ണുകൾ അയാളുടെ ചലനങ്ങളെപ്പോലും വാർത്തയാക്കാൻ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം ഈ ലോകത്ത് അയാൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന്, ഓരോ മനുഷ്യായുസുകളിലും അയാൾ പകർന്ന ഊർജം എന്താണെന്ന്. ഫിനിഷ്ഡ് എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ഏത് മണ്ണും തനിക്ക് സമമാണെന്ന് തെളിയിച്ചുകൊണ്ട് നരാജകൾ വീഴാത്ത കാലുകളുമായി വെല്ലുവിളികളെയും കാത്ത് അയാൾ ഇന്നും നിൽക്കുന്നുണ്ട്. ഈ ത്രിലോകത്തെ പോലും കീഴടക്കാൻ കെൽപ്പുള്ളവൻ, ദ കിങ് ഓഫ് യൂണിവേഴ്സ്, ദ മാൻ ക്രിസ്റ്റിയാനോ റൊണാൾഡോ dos Santos Aveiro. In my mind, I'm always the best. I don't care what the people thinking. Number one. They're looking for the best player in the world. So. Who's the best player in the world ever? Me. Hello, I'm Cristiano Ronaldo. Until my legs say Cristiano is finished, but until now I feel good. I still help the team. 39-ാം വയസ്സിലേക്ക് സഞ്ചരിക്കുമ്പോഴും അവാർഡുകൾ അയാളെ തേടിയെത്തുക തന്നെയാണ്. യുവത്വങ്ങൾ മാറി മാറി ഭരിക്കേണ്ട ഈ ഫുട്ബോൾ ലോകത്തെ ഇന്നും തൻ്റെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും കൊണ്ട് വലിഞ്ഞു മുറുക്കുന്നുണ്ട്, വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. 2023 കലണ്ടർ വർഷം അവസാനിക്കുമ്പോൾ എൻ്റെ ഫുട്ബോളിൽ ഒരിക്കൽ കൂടി ടോപ്പ് സ്കോറായി മാറിക്കൊണ്ട് അയാൾ പതിയെ പുതിയ ചരിത്രങ്ങൾ രചിക്കുകയാണ്. ലയണൽ മെസ്സി ഈസ് കംപ്ലീറ്റഡ് വൺ എന്നും ഗോട്ടാണെന്നുമെല്ലാം വിശേഷിപ്പിക്കുമ്പോൾ ക്രിസ്റ്റിയാനോ അപ്പുറത്തുണ്ടാക്കിയെടുക്കുന്ന ലോകം ഒന്ന് സ്വപ്നം കാണുവാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുകയില്ല. കാരണം 2022 അവസാനിച്ചു എന്ന് പറഞ്ഞ കഥ പിന്നീട് ആരംഭിക്കുന്നത് അൽ നാസറിലായിരുന്നു. പലരും മനസ്സിൽ പറഞ്ഞും പുച്ഛിച്ചും തള്ളിപ്പറഞ്ഞുമെല്ലാം എഴുതി അവസാനിപ്പിച്ച ക്രിസ്റ്റിയുടെ കഥ പിന്നീട് ആരംഭിക്കുന്നത് പുതിയ തുടക്കക്കാരൻ്റെ ലാവകത്തോടെ തന്നെയായിരുന്നു. ഒരു യുവതാരം തൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്തരം നിമിഷങ്ങൾ അയാളിലൂടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ. 58 മത്സരങ്ങളിൽ നിന്നും 53 ഗോളുകളും 15 അസിസ്റ്റുകളും 3 ഫ്രീ കിക്ക് ഗോളുകളും 100% പെനാൽറ്റി കൺവേർഷനും, അറബ് ചാമ്പ്യൻസ് കപ്പും അറബ് ചാമ്പ്യൻസ് ഗോൾഡൻ ബൂട്ടും 3 തവണ പ്ലെയർ ഓഫ് ദ മാച്ചും 2024 യൂറോ കപ്പ് ക്വാളിഫൈഡ് പേഴ്സണും, അങ്ങനെ ഏതൊരു തുടക്കക്കാരനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രൈം കാലഘട്ടത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന, ഇല്ലെങ്കിൽ നേടാൻ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ, അതെല്ലാം ഇന്ന് അയാൾ ഒറ്റയ്ക്ക് നേടി നിൽക്കുകയാണ്. വയസ്സിനെന്ന് മുദ്രകുത്തിക്കൊണ്ട് തടഞ്ഞവരും ബെഞ്ചിലെത്തിയവരും ഇന്ന് എവിടെയാണ് ഇരിക്കുന്നതെന്നത് തെളിവ് തന്നെയാണ്. വിത്തൗട്ട് ക്രിസ്റ്റിയാനോ യുണൈറ്റഡ് ഈസ് നത്തിങ് എന്ന് ആ നഗരം ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. ഫെർണാണ്ടോ സാന്റോസ് തൻ്റെ വാർദ്ധക്യത്തിൽ നിരാശ കൊണ്ട് വലയുന്നുണ്ട്. ഈ പ്രായത്തിലും കരിയറിൽ മികച്ച ഫോമിലൂടെ സഞ്ചരിക്കുന്ന ആ വയസ്സും തന്നെയല്ലേ ഫുട്ബോൾ ലോകത്ത് ഏറെ ചർച്ചയാകുന്നത്. എന്നിട്ടും ഒരു കൂട്ടർ അയാളെ വിമർശിക്കുന്നുണ്ട്. അവർ മനസ്സിലാക്കേണ്ടത് ഒരു 39-കാരനെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത് എന്നതാണ്. നിങ്ങളുടെ നായകന്മാർ ആ സമയത്തിലേക്ക് സഞ്ചരിക്കുമോ എന്ന് പോലും ഉറപ്പില്ല. കാണാതായ നിങ്ങളുടെ നായകന് വേണ്ടി ഫെബ്രുവരി 1 ഒരു എൽ ക്ലാസിക്കോ പോലും ഒരുക്കുന്നുണ്ട്.
അവിടെയും റൊണാൾഡോ എന്ന പേര് ആവശ്യമായി വരുന്നു. 2024 യൂറോ കപ്പിന് ശേഷം അൽ നാസറിലെ കോൺട്രാക്റ്റ് 2 വർഷത്തേക്ക് ഉയർത്തുമെന്ന് അയാൾ ഓർമ്മിപ്പിക്കുമ്പോൾ അവിടെ പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു സൂചനയുണ്ട്. 2026 വരെ തൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനോ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യാതിരിക്കുവാനോ പുതിയ റെക്കോർഡുകൾ തീർക്കുവാനോ അല്ല, ഫിറ്റ്നസ് നഷ്ടപ്പെടാതെ ഫോമിൻ്റെ പീക്കിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് തൻ്റെ കാലുകളിലേക്ക് കരുത്തിനെ ആർജിക്കുവാൻ തന്നെയാണ്, മെരുക്കി നിർത്തുവാൻ തന്നെയാണ് 2026 വേൾഡ് കപ്പ് വേദിയിലേക്കുള്ള ഒരു മുന്നൊരുക്കം. റൊണാൾഡോ ഇല്ലാത്ത വേൾഡ് കപ്പ് സങ്കല്പിക്കാൻ പോലും സാധിക്കുകയില്ല. അവിടെ വെച്ച് ആ പൂർണ്ണതയെ സ്പർശിക്കുമോ എന്നും അറിയില്ല. പക്ഷേ ഒന്നറിയാം, ഇനിയും കാണാനിരിക്കുക തന്നെയാണ് ക്രിസ്ത്യാനോയുടെ അവസാന സംഹാര താണ്ഡവം. With my age, I still loved to play, to score goals, to win games, and I will continue.